ഹായ് വെൽക്കം ടു ഡീക്ലട്ടറിങ് മൈസെൽഫ്. ഞാൻ ഇന്നൊരു സിനിമ കണ്ടു, ബാലൻ. അപ്പോൾ ബാലൻ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ബാലൻ ദ ബോയ് എന്നാണ് സിനിമയുടെ പേര്. ഇത് ചിദംബരത്തിൻ്റെ സിനിമയാണ്. ചിദംബരത്തിനെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പണ്ടൊക്കെ ഗണപതിയുടെ ചേട്ടൻ എന്നാണ് തുടക്ക സമയത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ കൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സ്ഥാനമുണ്ട്. അതായത് മഞ്ഞുമേൽ ബോയ്സിൻ്റെയൊക്കെ ഡയറക്ടറാണ്, കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റർ നമ്മുടെ ജിത്തു മാധവൻ, ആവേശം, രോമാഞ്ചം സിനിമകളുടെയൊക്കെ ഡയറക്ടറും റൈറ്ററും ആയിരുന്ന ജിത്തു മാധവൻ. അതുപോലെ ഷൈജു കാലിതാണ് സിനിമാറ്റോഗ്രഫി. അപ്പം പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്. അപ്പം ഇത് ആ ഒരു എന്താ പറയുക, ടീമിൻ്റെ പേര് തന്നെ നമുക്ക് ഭയങ്കര പ്രോമിസിങ് ആണല്ലോ സിനിമ. അപ്പം അതിലും പ്രോമിസിങ് ആയിരുന്നു ശരിക്കും ഇതിൻ്റെ ഒരു ടീസർ കണ്ടപ്പോഴും. അപ്പോൾ ആ ടീസർ കണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് സിനിമ കാണാൻ പോയത്. കണ്ടപ്പം ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര അമേസിങ് ആയിട്ടുള്ള സിനിമ. ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമ കൂടെയാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ സിനിമയെ പറ്റി ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ ഈ ഇടയ്ക്ക്, അതായത് കുറച്ച് നാളായിട്ട് കണ്ടതിൽ തന്നെ മേ ബി ഒരു വർഷവും, എനിക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, എങ്കിൽ പോലും കുറേ നാൾക്ക് ശേഷം ഇത്രയും എന്നെ ഇമോഷണലി കണക്ട് ചെയ്ത ഒരു സിനിമ വേറെ ഇല്ല. പല സിനിമകളും നമ്മൾ ഇഷ്ടംപോലെ സിനിമകൾ പോകുന്നു, കാണുന്നു, ചിലത് നമുക്ക് ഇഷ്ടമാവുന്നു, ചിലത് നമുക്ക് ഇഷ്ടമാവുന്നില്ല. പക്ഷേ ഇത് വല്ലാണ്ട് ഇഷ്ടമായി എന്നല്ല ഇങ്ങനെ പറയേണ്ടത്, ശരിക്കും അത് ഒത്തിരി ഇമോഷണലി ഒത്തിരി കണക്ട് ചെയ്ത ഒരു സിനിമയാണ്. ടീസർ കാണുമ്പം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ലെങ്കിലും എന്തൊക്കെയൊക്കെയോ നിഗൂഢതകളൊക്കെ ഉണ്ട് സിനിമയിൽ നിറച്ച് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ സിനിമ കാണുന്ന സമയത്ത് ആ നിഗൂഢതകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ടീസറിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമ. ടീസർ കണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സിനിമ. പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ആ സിനിമയിലെ മിക്ക കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ടീച്ചറിൽ തന്നെ കാണിക്കുന്നുണ്ട്. എന്നിട്ടും നമുക്ക് എത്ര രസമായിട്ട് ആ സിനിമ കണ്ടിരിക്കാൻ പറ്റുന്നു എന്നറിയാമോ. നമ്മൾ ഒരു 2.5 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ആ ഒരു സമയം നമ്മൾ ഭയങ്കര എൻഗേജിങ് ആയിട്ട് നമുക്കത് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഈ പറഞ്ഞ ഞാൻ നമ്മുടെ ആസ് എ ഡയറക്ടറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു, അതുപോലെ ഭയങ്കര എടുത്തു പറയേണ്ട കാസ്റ്റിംഗ് ആണ് സിനിമയിൽ. വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. ആരും അങ്ങനെ ഭയങ്കര പ്രതിഭ തെളിയിച്ചു എന്ന് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. കുറച്ച് പുതുമുഖങ്ങളുണ്ട്. മുന്നേ നമ്മൾ ചില സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. അതിലെടുത്ത് പറയേണ്ട നമ്മുടെ ബാലൻ എന്ന് പറയുന്നത്, ആദിശേഷൻ എന്ന് പറയുന്നൊരു കുഞ്ഞാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഫർസാനയാണ് ബാലൻ്റെ അമ്മ. പിന്നെ മുഹമ്മദ് സിനാൻ, അതുപോലെ ഡോളി ജോണി, എല്ലാവരും ഭയങ്കര നല്ല അഭിനേതാക്കളാണെന്ന് ഒറ്റ പടം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപരിചയം എന്നുള്ളതിനെക്കാട്ടി നമ്മുടെ 2 ഡയറക്ടർമാരെന്ന് വേണമെങ്കിൽ പറയാം. അവർ ഗിരീഷ് ഏടിയും അതുപോലെ തന്നെ ജീൻ പോൾ ലാലും സിനിമയിലുണ്ട്. പിന്നെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട് കേട്ടോ. അത് ഞാൻ ആക്ച്വലി പറയുന്നില്ല, അത് സിനിമയുടെ ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആണ്. പക്ഷേ നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലാവും. എന്നാലും ഞാനത് പറയുന്നില്ല, നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കൂ. പിന്നെ അത് ആക്ച്വലി ഗസ്റ്റ് റോളെന്നല്ല പറയേണ്ടത്, എന്നാലും സിനിമയുടെ ഒരു സർപ്രൈസിങ് എലമെൻ്റാണ്. നമുക്ക് സിനിമയുടെ കഥയിലേക്ക് വന്ന വളരെ മികച്ച ഒരു കഥയും അതിൻ്റെ തിരക്കഥയും, അത് ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു കഥയും തിരക്കഥയും ഉള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനെ അതേപോലെ പകർത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട്, നമ്മൾ അത്ര രസമായിട്ട് അത് പകർത്തി വെച്ചിട്ടുമുണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാം നെടുന്തൂണ് നമ്മുടെ ചിദംബരം ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് അത് ഒന്നും പറയാതിരിക്കാൻ വയ്യ, അത്ര അടിപൊളിയാണ് ആ മേക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സിനിമയുടെ കഥയിലേക്ക് വന്നാൽ നമ്മുടെ ടീസറിൽ കാണുന്നത് പോലെ തന്നെ ഒരു അമ്മയും കുഞ്ഞും, നമ്മുടെ ബാലനും ആണ് സിനിമയിലെ മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ്. ആൻഡ് ഇവരുടെ ഒരു സർവൈവൽ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. പോകെ നമുക്ക് കാര്യങ്ങളെല്ലാം ക്ലിയറായി വരും. ആൻഡ് എന്താണ് അവർ ചെയ്യുന്നത്, എന്തിനാണ് അവർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെ ഉത്തരം നമുക്ക് സിനിമ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് കിട്ടും. അത് കൂടുതൽ കിട്ടുന്നതോറും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ ആക്ച്വലി ഞാൻ ഇമോഷണലായി തുടങ്ങി. അത് ഫസ്റ്റ് തന്നെ എനിക്ക് കണക്റ്റായി തുടങ്ങി. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. അതായത് എല്ലാവരും എത്രമാത്രം ഇമോഷണൽ ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഈ സിനിമയുമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളതുമായിട്ട് ഇൻവോൾവ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഭയങ്കരമായി ഇമോഷണൽ ആവുന്നൊരു സിനിമയാണിത്. അതൊരു വല്ലാത്തൊരു ജേണിയാണ്. അതായത് 2.5 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ആ ഒരു ഇമോഷൻസിൻ്റെ പുറത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്
ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, സിനിമ കണ്ടിറങ്ങിയ ശേഷവും എനിക്ക് ആ ഇമോഷൻസ് എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇത് സംസാരിക്കുന്ന സമയത്തും ഈ ഇമോഷൻസ് എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴും ആ സിനിമ എന്നിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ ഇത്രമാത്രം ഇൻവോൾവ് ആക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത്രമാത്രം ഇമോഷണലി കണക്റ്റ് ആക്കാൻ പറ്റുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നു. മിക്ക സിനിമയും നമ്മൾ ഇമോഷണൽ ആവുന്ന സിനിമകൾ, അല്ലാത്ത സിനിമകളൊക്കെ നമ്മൾ കണ്ട് കുറച്ച് നേരമൊക്കെ ശരിയാണ്, നമുക്ക് കുറച്ച് നേരം നമുക്കത് തോന്നും. പക്ഷേ ഇപ്പോഴും ഇത്രയും സമയം കഴിഞ്ഞിട്ടും അതെന്നെ വീണ്ടും ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ സംവിധായകൻ്റെ വിജയം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്ര അടിപൊളിയായിട്ടാണ് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരിക്കലും നമ്മൾ ഒരു കഥ പറഞ്ഞ് കേൾക്കേണ്ട സിനിമയല്ല. നിങ്ങൾ കണ്ട് തന്നെ ആസ്വദിക്കണം. കണ്ട് ആസ്വദിച്ച് നിങ്ങൾ ആ സിനിമയുമായിട്ട് ഇൻവോൾവായി, ഇമോഷണലി കണക്റ്റായി, അങ്ങനെ ഒരു ജേണി ആയിരിക്കണം ഈ സിനിമയുടെ കാഴ്ച എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതൊരു സർവൈവൽ സ്റ്റോറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഒരുപാട് സർവൈവൽ സ്റ്റോറികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ് കേട്ടോ ഈ സിനിമ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. ഇങ്ങനെ ഒരു തീം തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു എനിക്കിത് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല, എത്ര ഇതിനെ പുകഴ്ത്തി പറഞ്ഞാലും മതിയാവത്തില്ല. ആ രീതിയിൽ ആ ഒരു ടീം വർക്ക് കേട്ടോ, ടീം വർക്ക് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മേഖലകളും അടിപൊളിയായിട്ടുണ്ട്. എല്ലാ മേഖലകളും, പാട്ട്, എഴുത്ത്, സംവിധാനം, സിനിമാറ്റോഗ്രാഫി, അഭിനയം, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളും. പിന്നെ വരികൾ അൻവർ അലിയാണ് കേട്ടോ, അതുകൂടെ പറയണമല്ലോ. അപ്പം അതും ഭയങ്കര രസമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളെ ഒത്തിരി ഇൻവോൾവ് ആക്കുന്നുണ്ട് ആ സിനിമയിലേക്ക്. അപ്പം ഇത് ചിലപ്പം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാര്യം, ഇത്രയും നല്ല തിരക്കഥയുണ്ട്, പക്ഷേ അതിൻ്റെ മേക്കിംഗ് അത്ര നന്നായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ സിനിമ ഇത്ര നല്ലതാവില്ലായിരുന്നു. അല്ലെങ്കിൽ അഭിനയത്തിൽ കാസ്റ്റിംഗ് മോശമായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെയും പ്രശ്നം വന്നേനെ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ടീം വർക്കാണ് ഈ സിനിമ ഒരു ടീം വർക്കാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അത് ശരിക്കും ലിറ്ററലി തെളിയിച്ച ഒരു സിനിമയാണ് നമ്മുടെ ബാലൻ. നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് എവിടം വരെ പോകും. നമ്മളിപ്പം ദൃശ്യത്തിലൊക്കെ കണ്ടല്ലേ, ജോർജ് കുട്ടി ഏതറ്റം വരെ പോയി എന്നൊക്കെ കണ്ട്. പക്ഷേ ഈ സിനിമയിലെ ഫർസാനയുടെ ക്യാരക്ടർ അഥവാ ബാലൻ്റെ അമ്മ ഏതറ്റം വരെ പോകുന്നു, അതൊരു വല്ലാത്തൊരു ഇമോഷണൽ ജേണിയാണ് കേട്ടോ. നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ അവരുമായിട്ട് വല്ലാതെ കണക്റ്റായി പോവുകയും ചെയ്യും. അതുപോലൊരു നമുക്ക് ശരിക്കും കുട്ടികളായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രത്യേക ഒരു വാത്സല്യവും ഒക്കെ കാണുമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ ഈ സിനിമയിലെ നമ്മൾ ശരിക്കും ആ കുട്ടി നമ്മളാവും ഒരുപക്ഷെ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രമാത്രം എമ്പത്തറ്റിക്കലാവും ഈ കുട്ടിയായിട്ട്. ആ കുട്ടി അവൻ്റെ ഓരോ മൊമെൻറ്റ്സും എനിക്ക് ഇപ്പോഴും ചില സീൻസുണ്ട്, ചില സീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സീൻസുണ്ട്. നിങ്ങൾ ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ മൈന്യൂട്ടായിട്ടുള്ള സീൻസിൽ പോലും ആ കുട്ടിക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ആക്ച്വലി പറയണം എന്നുണ്ട്. പക്ഷേ എനിക്കത് പറയാനും പറ്റുന്നില്ല. സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ പറയാനും പറ്റുന്നില്ല. ആ രീതിയിലുള്ള കുറേ മൊമെൻറ്റ്സ് കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം കാണത്തില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ കാണുമല്ലേ. ആ ആഗ്രഹങ്ങൾ, അതായത് അവൻ്റെ ബേസിക് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ പോലും ചിലപ്പോൾ നിഷേധിക്കപ്പെടുന്നതും, അല്ലെങ്കിൽ അവന് ഒരുപാട് കാര്യങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അവൻ്റെ ബാല്യം തന്നെ അവനെ നഷ്ടപ്പെട്ടു പോകുന്നതും ഒക്കെ ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും കാണത്തില്ലേ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ലേ, നഷ്ടപ്പെട്ടു പോയൊരു മെമ്മറി, അല്ലെങ്കിൽ നമുക്ക് ഒരു നിമിഷം കൊണ്ട്, അല്ലെങ്കിൽ വളരെ ചെറിയ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ചിലവഴിച്ച് കാണത്തുള്ളൂ. പക്ഷേ ഒരു പോയിന്റിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ആൾക്കാർ, അപ്പം നമുക്ക് എന്തുമാത്രം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഒറ്റ ദിവസത്തെ പരിചയത്തിൽ ഇപ്പോൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു പക്ഷേ കാണാം. അപ്പോൾ ആ ആൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പിന്നെ ഒരിക്കലും അയാളെ കാണാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആ വരുന്ന, അതായത് എന്തൊക്കെയോ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്, എന്തൊക്കെയോ നഷ്ടപ്പെട്ട് വളരെ ചെറുപ്പത്തിൽ ജീവിക്കാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത സർവൈവലാണ്. ഒരുപക്ഷെ നമുക്ക് തോന്നും ആർക്കും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, പ്രത്യേകിച്ച് ഒരു കുട്ടിക്ക് ഒരിക്കലും ഇങ്ങനെ വരാതിരിക്കട്ടെ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു സർവൈവൽ സ്റ്റോറിയാണത്. നമുക്ക് ഈ കുഞ്ഞിനോട് ഒരുപാട് സ്നേഹം തോന്നും. നമുക്ക് അത്രയും നമ്മുടെ കൂടെ ആ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോൾ നമുക്ക് പക്ഷേ അങ്ങനൊരു രക്ഷപ്പെടുത്തലല്ല അവർക്കും വേണ്ടത്. അതാണ് മറ്റൊരു കാര്യം. എങ്കിൽ പോലും നമുക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വാത്സല്യവും സ്നേഹവും ഒരു എമ്പതിയും തോന്നുന്ന ഒരു കുഞ്ഞിൻ്റെ ക്യാരക്ടർ. അതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എനിക്ക് ഈ സിനിമ ആലോചിക്കുമ്പം
ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഞാൻ ആ കുട്ടിയുമായിട്ട് എമ്പത്തറ്റിക്കൽ ആവുന്നത് കൊണ്ട് എനിക്ക് ഇതുപോലെ പണ്ട് അത് ആക്ച്വലി ഇന്ത്യൻ സിനിമയല്ല, ഒരു ലെബനീസ് സിനിമയാണ്, ക്യാപ്പർനം എന്ന് പറയും. അത് ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ കണ്ട സിനിമയാണ്. ആ ഒരു സിനിമ കണ്ടപ്പോൾ അതൊരു കുട്ടിയുടെ സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ഇതുപോലെ ഭയങ്കര എമ്പത്തറ്റിക്കലായിട്ടൊരു കുട്ടിയുടെ ക്യാരക്ടറുമായിട്ട് ഇത്ര എമ്പത്തറ്റിക്കലായിട്ട് തോന്നിയത്. ഇപ്പം വീണ്ടും ഈ സിനിമ കാണുമ്പം എനിക്ക് ആ സിനിമ, കാരണം രണ്ടും കുട്ടികളാണ്, ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു സർവൈവൽ, അങ്ങനെ ആ ഒരു കണക്ഷൻ എനിക്ക് എന്തോ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇമോഷണൽ ജേണിയാണല്ലോ. അപ്പം അതുമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പാട്ടുകളാണ് ഈ സിനിമയിലുടനീളം ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 3 പാട്ടെന്തോ ആണുള്ളത്. അത് 3 സിനിമയായിട്ട് വളരെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പാട്ടുകളാണ്. പക്ഷേ അതിൽ ഒരു പാട്ട് ഞാൻ എടുത്തു പറയാം, അല്ലെങ്കിൽ 2 പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം, ആക്ച്വലി 3 പാട്ടും ഇഷ്ടമായി. പക്ഷേ അതിൽ ഒരു പാട്ടിൽ നമ്മുടെ ക്ലൈമാക്സിൽ വീണ്ടും അതിങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. ആ പ്ലേ ചെയ്യുന്ന ആ സമയത്ത് എന്ന് വെച്ചാൽ ആ സമയത്തും നമ്മുടെ ആ ഒരു മനസ്സും നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു ഹെവിനെസ്സോ ഒരു സങ്കടമോ എന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയത്തില്ല. അവിടെ വരുന്ന ഒരു ഇമോഷൻ, ആ ഇമോഷനെ ഭയങ്കരമായിട്ട് ഇൻറ്റൻസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ആ പാട്ടിൻ്റെ ആ സമയത്ത് ലിറിക്സൊക്കെ ഭയങ്കരമാണ് കേട്ടോ. കുറച്ച് നേരം, പ്രത്യേകിച്ച് ആ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് വരുമ്പം ആ വരി ആ സമയത്തെ ആ ഒരു സോങ്ങിൻ്റെ പോർഷൻ ഭയങ്കര രസമാണ്. അത് ഭയങ്കര ഹോണ്ടിങ്ങുമാണ്. നമുക്ക് തിയേറ്ററിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പാട്ടായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും നമ്മുടെ ഹൃദയത്തിൽ. ആ വരികൾ, അതായത് കാറ്റുപോൽ എങ്ങോട്ടാണെന്നാണ് ആ ഒരു വരി പറയുന്നത്. അതായത് ശരിക്കും ഇവരുടെ ആ ഒരു ജീവിതമാണ്, ഇവരെങ്ങനെയാണ്, ഇവരെങ്ങോട്ടാണ് എന്നുള്ളൊരു സംഭവം. അത് നിങ്ങൾക്ക് സിനിമ കണ്ടാലേ ശരിക്കും മനസ്സിലാവത്തുള്ളൂ. ഈ പാട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളത് കാണണ്ട, അല്ലെങ്കിൽ നിങ്ങളത് കേൾക്കണ്ട. നിങ്ങൾ സിനിമ കാണും, സിനിമ കണ്ടിട്ട് നിങ്ങൾ ആ പാട്ട് ആ സിനിമയിൽ കേൾക്കും, എന്നിട്ട് വേണമെങ്കിൽ പിന്നെ യൂട്യൂബിലൊക്കെ എടുത്ത് കേൾക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു ആ പാട്ട് ആ സിനിമയിൽ തന്നെ കേൾക്കുന്നതാണ് നമുക്ക് അതുമായിട്ട് അത്രയും ആ ഒരു കണക്ഷൻ വരാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ അതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ അതാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണണം. പക്ഷേ ഭയങ്കരമായിട്ട് വിഷമം വരുന്ന ആൾക്കാരില്ലേ, നല്ല വിഷമം വരും, നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കരയുന്ന ആൾക്കാർക്ക് ഞാൻ ഈ സിനിമ സത്യത്തിൽ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഭയങ്കര ഹൃദയവേദനയൊക്കെ വരും. എനിക്കങ്ങനെ വന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കരച്ചിൽ നിർത്താൻ പറ്റത്തില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു 2.5 മണിക്കൂർ ഇങ്ങനെ നിർത്താതെ കരയാന്നൊക്കെ പറയത്തില്ല, വളരെ കുറച്ച് സമയമേ ഉള്ളൂ കരയാതിരിക്കുന്നത്. എപ്പോഴും കണ്ണ് നിറഞ്ഞിരിക്കും, ചില സമയത്ത് നമ്മൾ പൊട്ടിക്കരയും. അങ്ങനെ ആ ഒരവസ്ഥയില്ലേ, അങ്ങനൊരു സിനിമയാണിത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ തന്നെ വരും, ഫീൽ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും പെട്ടെന്ന് വിഷമം വരുന്ന ആൾക്കാർക്കും, അതുപോലെ കുറച്ച് എമ്പത്തറ്റിക്കലായിട്ടുള്ള ആൾക്കാർക്കും, അതുപോലെ തന്നെ കുറച്ച് പെട്ടെന്ന് തന്നെ സിനിമയായിട്ട് ഇൻവോൾവ് ആവുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു ഫീലിംഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല കാണുന്നത്. എങ്കിലും നിങ്ങൾ കണ്ടു നോക്കുക. പക്ഷേ എന്നാൽ പോലും ഞാൻ പറയട്ടെ, നല്ലൊരു ആർട്ട് വർക്കാണ്. അപ്പോൾ നമ്മൾ അത് കണ്ട് തന്നെ ആസ്വദിക്കണം. കരഞ്ഞാലും വേണ്ടില്ല, നമ്മളത് കണ്ട് ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും നല്ലൊരു സിനിമയാണ്. ഉറപ്പായിട്ടും അവാർഡുകളൊക്കെ വാരിക്കൂട്ടും, ഉറപ്പാണ്. അത്ര നല്ല സിനിമയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡായാലും നാഷണൽ അവാർഡായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓസ്കാറിനും അതുപോലെ തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിനും ഒക്കെ പോകേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ ഇത്. ഒത്തിരി ഇൻ്റർനാഷണൽ അവാർഡൊക്കെ ഇതിന് കിട്ടണം. അത് കിട്ടണമെന്ന് ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സിനിമ പോയി കാണുക, കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം. സിനിമ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അഭിപ്രായങ്ങൾ ഒന്നറിയിക്കണേ. അപ്പം അത് മറ്റുള്ളവർക്കും സഹായകമാവുമല്ലോ. അപ്പം എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമല്ല, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. ആൻഡ് എൻ്റെ ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.